യേശുവിൻ്റെ പിറവി തിരുനാളിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 2024 സബർമതി ഇടവകയിൽ കരോൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. 2024 ഡിസംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരമാണ്, അതായത് അമലോത്ഭവ തിരുനാളിൻ്റെ ദിനത്തിൽ തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. കുട്ടികളും മുതിർന്നവരും വളരെ വലിയ ആവേശത്തിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ലോകമെമ്പാടും ആ ഒരു സൽവാർത്ത അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ കരോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സബർമതി ഇടവകയിലും എല്ലാ വർഷവും കരോൾ നടത്തുന്ന ഒരു പതിവ് ശൈലിയാണ് ഉള്ളത്. ഇതിന് നേതൃത്വം നൽകുന്നത് സബർമതി ഇടവകയിലെ യുവജനങ്ങളാണ്. നേരത്തെ തന്നെ അവർ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഏതൊക്കെ പാട്ടുകൾ ഏതൊക്കെ വീടുകളിലൊക്കെ പാടണം എന്നതിനെ പറ്റിയുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് അവർ ഓരോ ഭവനങ്ങളിലേക്കും യേശുവിൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിനോട് അകമ്പടി ചേർന്നാണ് മുതിർന്നവരും കുട്ടികളുമൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഉള്ളത്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. കരോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സബർമതി ഇടവകയിൽ നല്ല ആവേശത്തിമിർപ്പ് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 70-ന് മുകളിൽ ആളുകളാണ് ഈ ഒരു കരോൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ ദിവസം ഈ ഒരു ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ഭവനത്തിലും കരോൾ സോങ് മാത്രമല്ല, ഒപ്പം പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷമാണ് കരോൾ സംഘം ഓരോ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ശിശുവായി പറന്നുകൊണ്ട് ലോകത്തെ സന്തോഷിപ്പിച്ച മിശിഹായെ, ഞങ്ങളുടെ ഈ ഇടവകയെ, നാടിനെ, വാടിനെ സ്വർഗീയ സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ തിന്മകളിൽ നകന്നു മാറി നന്മയിലേക്ക് വളരുവാനുള്ള കൃപാവരും എല്ലാവർക്കും നൽകണമേ. ഈ കരോൾ പരിപാടി പങ്കെടുക്കുകയും ഇവർക്ക് സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്നവരെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ എളിയ സംരംഭം അങ്ങയുടെ മഹത്വത്തിന്റെ ദൈവജനത്തിന് നന്മയ്ക്ക് വേണ്ടി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യൗസേപിതാവ് മറിയം യൂദയായിൽ ബേത്ലഹേം എന്നറിയപ്പെടുന്ന ദാവീദിന്റെ പട്ടണമായിരിക്കവേ മറിയത്തിനെ പ്രസവിക്കാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. മറിയം തന്റെ കടിഞ്ഞിൽ പുത്രനെ പ്രസവിച്ച് വെള്ളക്കച്ചി പൊതിഞ്ഞു പൊലിത്തൊട്ടി കിടത്തി എന്ന സ്ഥലത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആട്ടിൻ പറ്റങ്ങൾക്ക് രാത്രി കാവലി ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവ് അവരുടെ സമീപത്തെത്തി. കർത്താവിന്റെ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൈവദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സർവ്വജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായി മിശിഹാ പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. വെള്ളക്കച്ചി പൊറിഞ്ഞ് വെളുത്തൊടി കടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ഒരു ഗണ സ്വർഗീയ സൈന്യങ്ങൾ ദൂതന്മാരോട് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൂതന്മാർ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിയപ്പോൾ ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെ യൂസപിതാവിനെയും പൊലിത്തൊടി കടത്തിയിരിക്കുന്ന ഉണ്ണി മിശിഹായെയും സന്ദർശിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ദൈവവൈദ്യനെ ധ്യാനിച്ചു കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഭൂമിയെ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ കുടുംബത്തിന് അങ്ങയുടെ ശാന്തിയെ സന്തോഷം നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരും അനുദിന ജീവിതത്തിൽ പുണ്യപുണ്യരാകുവാൻ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ആത്മീയവും ശാരീരികമായ അപകടങ്ങളിലും പൈശാചിക ആക്രമണങ്ങളിലും സംരക്ഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശത്തെ പാപത്തിനടിമത്തിൽ രക്ഷിച്ച സ്വർഗ്ഗത്തിന് അവകാശികളാക്കുവാൻ മനുഷ്യനായി പിറന്ന മിശിഹായുടെ എല്ലാ പ്രവർത്തികളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും ബന്ധങ്ങളും നിർമ്മലവും സ്വർഗീയവുമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തെയും നാടിനെയും വാടിനെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഭവനത്തിനുണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. We wish you a Merry Christmas. We wish you a Merry Christmas.